കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിനെ CPM-ലേക്ക് ക്ഷണിച്ചെന്ന വാദം തള്ളി LDF കൺവീനർ EP ജയരാജൻ. ദീപ്തി മേരി വർഗീസിന് മറുപടി പറഞ്ഞ തന്റെ നിലവാരം കുറയ്ക്കാനില്ല എന്നാണ് ജയരാജൻ പറയുന്നത്. ക്ഷണിക്കാതെ തന്നെ കോൺഗ്രസുകാർ CPM-ലേക്ക് വരുമെന്നും മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ നടത്തുന്ന ദേശീയപാത യാത്രയിൽ സംസാരിക്കവേ EP ജയരാജൻ പറഞ്ഞു. തന്റെ ഭാര്യയുടെ ഫോട്ടോ മാറ്റി സ്വപ്ന സുരേഷിന് വച്ചതിൽ സംശയങ്ങളുണ്ട്. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംശയമെന്നും EP ജയരാജൻ പറയുന്നു. ദീപ്തിയെ സംശയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ എന്നായിരുന്നു EP-യുടെ മറുപടി. ഏപ്രിൽ 26 BJP-യെ തോൽപ്പിക്കാനുള്ള ദിവസമാണ്. BJP-യെ നേരിടാൻ ഇടതുപക്ഷം മാത്രമാണുള്ളത് എന്നാണ് EP-യുടെ വാക്കുകൾ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് EP ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനൊപ്പം തന്നെ സമീപിച്ചിരുന്നു എന്നായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ ആരോപണം. ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാൽ പോലും അത് തള്ളിക്കളയാനുള്ള ഔചിത്യം തനിക്കുണ്ട് എന്നും ദീപ്തി പറഞ്ഞു. CPM-ലേക്ക് മാത്രമല്ല BJP-യിലേക്ക് EP ജയരാജൻ ആളെ നോക്കിയിരുന്നുവെന്നും ദീപ്തി ആരോപിച്ചിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ ഒരു KPCC ജനറൽ സെക്രട്ടറിയെയും CPM-ലേക്ക് ക്ഷണിക്കാൻ EP ജയരാജനൊപ്പം സമീപിച്ചിരുന്നതായി ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് പ്രതികരിക്കവെയാണ് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ ദീപ്തി മേരി വർഗീസിന്റെ പരാമർശം. LDF കൺവീനർ EP ജയരാജൻ ഒരു റിക്രൂട്ടിംഗ് ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ദല്ലാൽ നന്ദകുമാറിനൊപ്പം തന്നെയും സമീപിച്ചിരുന്നുവെന്നും KPCC ജനറൽ സെക്രട്ടറിയും AICC അംഗവുമായ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. ജയരാജല്ല സീതാറാം യെച്ചൂരി വിളിച്ചാൽ പോലും തള്ളിക്കളയാനുള്ള ഔചിത്യം തനിക്കുണ്ട്. അവർ CPM-ലേക്ക് മാത്രമല്ല BJP-യിലേക്കും ആളെ നോക്കിയിരുന്നുവെന്നും ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മന്ത്രി P രാജീവിനെതിരെയും ദീപ്തി ആരോപണം ഉന്നയിച്ചിരുന്നു. SFIയുടെ ഇടിമുറിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പഴയ നേതാവായ P രാജീവിനെ ഓർക്കണം. എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുതൽ രാജീവിനെ അറിയാം. പെൺകുട്ടികൾക്കെതിരെ അടക്കം ഇന്ന് SFIയുടെ ആർഷ ഉപയോഗിക്കുന്ന വാക്കുകളെക്കാൾ മോശം വാക്ക് ഉപയോഗിച്ച ആളായിരുന്നു P രാജീവ് എന്നും ദീപ്തി ആരോപിച്ചു. ഇതിനെതിരെ പ്രതികരിക്കവെയാണ് EP ജയരാജൻ സ്വപ്ന സുരേഷിന്റെ ഫോട്ടോയെക്കുറിച്ചും സൂചിപ്പിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനൊപ്പം മന്ത്രിപുത്രന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ഫോട്ടോ EP ജയരാജന്റെ മകന്റേതാണെന്ന തരത്തിലും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അത് മോർഫ് ചെയ്തതാണെന്നായിരുന്നു അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. എന്നാൽ ഇതേ തുടർന്ന് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മന്ത്രി EP ജയരാജന്റെ മകനെതിരെ BJP ആരോപണം കടുപ്പിക്കുകയുണ്ടായി. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപയിൽ കവിഞ്ഞുള്ള കമ്മീഷൻ ജയരാജന്റെ മകന്റെ കയ്യിലേക്ക് പോയതാണ് വാർത്തകൾ വന്നത്. അതേസമയം നിലവാരമില്ലാത്ത കാര്യങ്ങളാണ് സ്വപ്ന പറയുന്നത് എന്നായിരുന്നു EP ജയരാജൻ അന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.